Only on Myntra's Big Fashion Festival. Wishlist now. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച 3 താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ബ്രസീലിയൻ താരമായ നെയ്മർ ജൂനിയറും അർജന്റീനിയൻ താരമായ ലയണൽ മെസ്സിയും പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ടാകും. ഓരോ ഫുട്ബോൾ പ്രേമിയും നിങ്ങൾക്കറിയാവുന്ന ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് ചോദിച്ചാൽ തന്നെ ആദ്യം വായയിലേക്ക് വരുന്ന പേരും ഇവരുടെ 3 പേരുടെയും പേരാണ്. ഇവർ 3 പേരും കളിക്കളത്തിലുണ്ടായ ഒരുപാട് മത്സരങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മത്സരമായിരുന്നു റിയൽ മാഡ്രിഡും ബാഴ്സലോണയും ഏറ്റുമുട്ടിയ 2017 ലാലിഗയിലെ ഒരു മത്സരം. ആ ഒരു മത്സരത്തിന് വേണ്ടി റിയൽ മാഡ്രിഡ് വരുമ്പോൾ അവരുടെ സ്ക്വാഡ് ഇങ്ങനെയായിരുന്നു. ഗോൾ കീപ്പർ ഡിയാഗോ ലോപ്പസ്, ഡിഫൻസിൽ പെപ്പെ, റാമോസ്, മാർസെലോ കാർവാഹാൾ, മധ്യനിരയിൽ ജാബി അലോൻസോ, ഡിമേരിയ, മോഡ്രിച്ച്, ഫോർവേഡിൽ ബെൻസിമ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെയ്ൽ. ആവശ്യപ്പെടുത്തിയ ഒരു ടീമുമായി അവർ വരുമ്പോൾ മറുഭാഗത്ത് ബാഴ്സലോണ ഒട്ടും മോശമല്ലായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ വിക്ടർ വാൾഡസ്, ഡിഫൻസിൽ പിക്യ, മഷറാനോ, ഡാനി ആൽവെസ്, മധ്യനിരയിൽ ഫെബ്രിക്കസ്, സെർജിയോ ബുസ്ക്വറ്റ്സ്, സാവി, ഫോർവേഡിൽ മെസ്സി, ഇനിയസ്റ്റ, നെയ്മർ ജൂനിയർ. തീർത്തും ആവേശപ്പെടുത്തുന്ന മത്സരം. ആ മത്സരം ആരംഭിക്കുന്നത് റിയൽ മാഡ്രിഡിന്റെ ടച്ചോടെയാണ്. കളി ആരംഭിച്ചതും ആദ്യം തന്നെ ഇവിടെ നെയ്മർ ജൂനിയറിലൂടെ ഒരു മുന്നേറ്റം. പക്ഷേ ആ പന്ത് ഡിയാഗോ ലോപ്പസ് എന്ന റിയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പറിന്റെ കൈപ്പിടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം ഇവിടെ റിയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡ് താരമായ ബെൻസിമയുടെ ഒരു ഷോട്ട്, പക്ഷെ അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. വീണ്ടും ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്ക് കാണാം. കാരണം ആ മത്സരത്തിലെ വിജയം ഇരു ടീമുകൾക്കും അത്യാവശ്യം തന്നെയായിരുന്നു. അതെ, റിയൽ മാഡ്രിഡും ബാഴ്സലോണയും ഏറ്റുമുട്ടുമ്പോൾ അതൊരു എൽ ക്ലാസിക്കോ പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വാശിയും ഉണ്ടായിരുന്നു. ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. ലയണൽ മെസ്സിയിൽ നിന്നും ഇനിയസ്റ്റയിലേക്ക് ഒരു പാസ് വരുന്നു. ഇനിയസ്റ്റയുടെ ഒരു ഷോട്ട്. ബാഴ്സലോണ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ ബാഴ്സലോണ തങ്ങളുടെ ആദ്യത്തെ ഗോൾ നേടിയിരിക്കുന്നു. അതും ഇനിയസ്റ്റയിലൂടെ. ബാഴ്സലോണ 1 റിയൽ മാഡ്രിഡ് 0. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ബെയിലിൽ നിന്ന് ബെൻസിമയിലേക്ക് ഒരു പാസ്, ബെൻസിമയുടെ ഒരു ഷോട്ട്, പക്ഷേ അത് ബാഴ്സലോണ ഗോൾ കീപ്പർ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ റിയൽ മാഡ്രിഡിന്റെ മുന്നേറ്റമാണ്. ബെൻസിമയ്ക്ക് ഒരു സുവർണ അവസരമാണ് ലഭിക്കുന്നത്, പക്ഷെ അയാളെടുത്ത ഷോട്ട് പോസ്റ്റിൽ തട്ടി അതിന്റെ വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. ലയണൽ മെസ്സി ബോളുമായി വന്നൊരു ഷോട്ട് എടുക്കുന്നു, പക്ഷെ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ വെളിയിലേക്കാണ് പോകുന്നത്. ഇവിടെ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം. ലയണൽ മെസ്സിയിൽ നിന്നും നെയ്മറിലേക്ക് ഒരു ബോൾ. നെയ്മർ ബോളുമായി വരുന്നു, പക്ഷെ നെയ്മറിന് അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. റിയൽ മാഡ്രിഡ് ഡിഫൻഡർമാർ അയാളെ തടഞ്ഞിടുന്നു. ഇവിടെ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റമാണ്. നെയ്മർ ജൂനിയറിലൂടെ ഒരു മുന്നേറ്റം, പക്ഷെ അതൊന്നും ഗോളടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ റിയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡ് താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു, ബെൻസിമ അത് ഹെഡ് ചെയ്യുന്നു, അത് പോസ്റ്റിന്റെ വലയെ ചുംബിപ്പിക്കുന്നു. ഫുട്ബോൾ പ്രേമികൾ നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ഇതാ ബാഴ്സലോണക്കെതിരെ റിയൽ മാഡ്രിഡ് ആ മത്സരത്തിലെ കളിയിലേക്ക് തിരികെ വന്നിരിക്കുന്നു. അതെ, ബാഴ്സലോണ 1 റിയൽ മാഡ്രിഡ് 1. ബെൻസിമയിലൂടെ വന്ന ഗോളിലൂടെ വീണ്ടും കളി ആവേശത്തിലേക്ക് എത്തുകയായിരുന്നു. വീണ്ടും ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്ക് കാണാം. ഇവിടെ റിയൽ മാഡ്രിഡ് താരമായ ഡിമേരിയയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു, അതെത്തുന്നത് ബെൻസിമയിലേക്കാണ്. ബെൻസിമ അത് ഫിനിഷ് ചെയ്യുന്നു. ബാഴ്സലോണ ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തിക്കൊണ്ടിതാ ഒരു ഗോളിന് മുൻപിൽ നിന്ന് ബാഴ്സലോണക്കെതിരെ 2 ഗോളുകൾ അടിച്ച് റിയൽ മാഡ്രിഡ് ആ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് കൊണ്ടുവന്നിരിക്കുന്നു. അതെ, ബാഴ്സലോണ 1 റിയൽ മാഡ്രിഡ് 2. ബെൻസിമയിലൂടെ തന്നെയാണ് റിയൽ മാഡ്രിഡ് 2 ഗോളുകളും നേടിയിരുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ആവേശത്തോടെ തന്നെ ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ റിയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. റിയൽ മാഡ്രിഡ് താരമായ ഡിമേരിയയിൽ നിന്ന് വീണ്ടും ഒരു ക്രോസ്, ഇത്തവണ അതെത്തുന്നത് ബെൻസിമയിലേക്കാണ്. പക്ഷേ ഇത്തവണ ബെൻസിമ എടുത്ത ഷോട്ട് മികച്ച രീതിയിൽ തന്നെ ബാഴ്സലോണ ഡിഫൻഡറായ പിക്ക് ഡിഫൻഡ് ചെയ്യുന്നു. ഇവിടെ റിയൽ മാഡ്രിഡ് താരമായ ഡിമേരിയെ ബാഴ്സലോണ താരം ഫോൾ ചെയ്യുന്നു. റിയൽ മാഡ്രിഡിന് അനുകൂലമായ ഒരു ഫ്രീ കിക്കാണ്, പക്ഷെ അത് ബാഴ്സലോണ വാളിൽ തട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് കിട്ടിയ പന്ത് മോഡ്രിച്ച് ഒരു ഷോട്ട് എടുത്തെങ്കിലും ലക്ഷ്യം കാണാതെ അതും പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. ഇവിടെ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം, പക്ഷെ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല.
ഇവിടെ ബാഴ്സലോണയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം, ആവേശപ്പെടുത്തിയ ഒരു മുന്നേറ്റം. അത് ലയണൽ മെസ്സി ഗോളടിക്കുകയും ചെയ്തു. അത് ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ ബാഴ്സലോണ നേടിയിരിക്കുന്നു. ബാഴ്സലോണ 2 റിയൽ മാഡ്രിഡ് 2. ആവേശപ്പെടുത്തിയ കളി വീണ്ടും സമനിലയായിരിക്കുന്നു. ആ ഒരു ഗോളിന് ശേഷം എൽ ക്ലാസിക്കോയുടെ പൂർണ്ണത കാണിച്ചുകൊണ്ട് റിയൽ മാഡ്രിഡ് താരങ്ങളും ബാഴ്സലോണ താരങ്ങളും ചെറുതായി വായിക്കിടുന്നതും നമുക്ക് കാണാം. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിന്റെ മുന്നേറ്റമാണ്. റിയൽ മാഡ്രിഡ് താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് ബെൻസിമ ഒരു ഹെഡ് ചെയ്യുന്നു. പക്ഷെ അത് 1 ഇഞ്ച് വ്യത്യാസത്തിൽ പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. കാര്യം ബെൻസിമയിലൂടെ റിയൽ മാഡ്രിഡ് ഒരുപാട് മുന്നേറ്റങ്ങളാണ് ആ മത്സരത്തിൽ നടത്തുന്നത്. അങ്ങനെ ആ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതി ബാഴ്സലോണയുടെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ച ആദ്യം തന്നെ ഇവിടെ റിയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. മികച്ചൊരു ഷോട്ടാണ് ബെൻസിമ എടുത്തത്. പക്ഷെ ബാഴ്സലോണ ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിരുന്നു. ഇവിടെ വീണ്ടും റിയൽ മാഡ്രിഡ് താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ ഒരു മുന്നേറ്റം. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബാഴ്സലോണ താരം ഫോൾ ചെയ്തതിന്റെ പേരിൽ ഒരു പെനാൾട്ടി ലഭിക്കുന്നു റിയൽ മാഡ്രിഡിന്. കിക്കെടുക്കുന്നത് ക്രിസ്ത്യാനോ ആണ്. ക്രിസ്ത്യാനോയ്ക്ക് പിഴക്കുന്നില്ല, അയാൾ അത് ഗോൾ അടിക്കുന്നു. അതെ, ആ മത്സരത്തെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് റിയൽ മാഡ്രിഡ് ആ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും നേടിയിരിക്കുന്നു. ബാഴ്സലോണ 2 റിയൽ മാഡ്രിഡ് 3. ഇവിടെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇത് മികച്ചൊരു അവസരമാണ് റിയൽ മാഡ്രിഡിന് തുറന്നു കിട്ടുന്നത്. പക്ഷെ റിയൽ മാഡ്രിഡിന് അത് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ബാഴ്സലോണക്ക് അനുകൂലമായ ഒരു കോർണർ കിട്ടുന്നു. അത് ഇനിയസ്റ്റയിലേക്കാണ് വരുന്നത്. ഇനിയസ്റ്റയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട്, പക്ഷേ അതൊന്നും ഗോൾ അടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ നെയ്മർ ജൂനിയറിനെ തേടി ഒരു ത്രൂ ബോൾ വരുന്നു. നെയ്മർ ജൂനിയർ ബോളുമായി കുതിച്ചെങ്കിലും അയാളെ സെർജിയോ റാമോസ് ഫോൾ ചെയ്യുന്നു. സെർജിയോ റാമോസിന് ആ നിമിഷത്തിൽ ഒരു റെഡ് കാർഡും കിട്ടുന്നു. ബാഴ്സലോണ ആരാധകർക്ക് ഗോൾ അടിക്കാൻ സുവർണ അവസരം ലഭിച്ചുകൊണ്ട് ഒരു പെനാൾട്ടി ലഭിച്ചിരിക്കുന്നു. കിക്കെടുക്കുന്നത് ലയണൽ മെസ്സിക്കാണ്. അതെ, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡ് വേണ്ടി പെനാൾട്ടിയിൽ ഗോൾ അടിച്ചപ്പോൾ ഇവിടെ ഇതാ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി പെനാൾട്ടിയിൽ ഗോൾ അടിച്ചിരിക്കുന്നു. വീണ്ടും കളി സമനിലയായിരിക്കുന്നു. അതെ, ബാഴ്സലോണ 3 റിയൽ മാഡ്രിഡ് 3. ഇവിടെ വീണ്ടും ബാഴ്സലോണക്ക് അനുകൂലമായ ഒരു കോർണർ ആണ്. പക്ഷെ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ ലയണൽ മെസ്സി ഒരു കിക്ക് എടുക്കുന്നു. പക്ഷെ റിയൽ മാഡ്രിഡ് ഡിഫൻഡർമാർ അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഡാനി അൽവെസ് ബോളുമായി വന്ന ഒരു ലോങ് റേഞ്ചർ എടുക്കുന്നു. പക്ഷെ അത് പോസ്റ്റിന്റെ ബാറിൽ തട്ടുന്നു. ഒരു നിമിഷത്തേക്ക് റിയൽ മാഡ്രിഡ് ആരാധകരെല്ലാവരും പകച്ചു പോയ നിമിഷം. അതെ, അപ്പോൾ ഇരു ടീമുകളും തോൽവി ഇട്ടുകൊടുക്കാതെ തന്നെ കളിക്കുകയായിരുന്നു. കാരണം 3-3 എന്നാണ് സ്കോർ. ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ ആവേശ സ്കോർ തന്നെ. വീണ്ടും ഇവിടെ ബാഴ്സലോണയുടെ ഒരു മുന്നേറ്റമാണ്. പക്ഷെ അതൊന്നും ഗോളടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം. അത് ബാഴ്സലോണ താരമായി ഇനിയസ്റ്റെ പോസ്റ്റിനകത്ത് നിന്നും റിയൽ മാഡ്രിഡ് താരം ഫോൾ ചെയ്യുന്നു. അതെ, പെനാൾട്ടി ഫ്രം ബാഴ്സലോണ. കിക്ക് എടുക്കുന്നതാണെങ്കിലോ ലയണൽ മെസ്സിയോ. ലയണൽ മെസ്സിയുടെ കിക്ക് മനോഹരമായി തന്നെ പോസ്റ്റിന്റെ വലയെ ചുംബിപ്പിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ടിതാ ആ മത്സരത്തിൽ ബാഴ്സലോണ 4ാമത്തെ ഗോളും നേടിയിരിക്കുന്നു. അതിലെ 3 ഗോളുകളും നേടിയത് ലയണൽ മെസ്സി ആയിരുന്നു. ഫുട്ബോൾ പ്രേമികളെല്ലാവരും ആവേശം കൊണ്ട നിമിഷം. അത് റിയൽ മാഡ്രിഡ് 3 ബാഴ്സലോണ 4. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സറാനയും ഉള്ള ഒരു ചാലഞ്ച് നമുക്ക് കാണാം. അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു യെല്ലോ കാർഡും കിട്ടുന്നു. വീണ്ടും ഇവിടെ ബാഴ്സലോണയുടെ ഒരു മുന്നേറ്റം. പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാന നിമിഷം വരെ രോമങ്ങൾ എണ്ണീറ്റ് നിന്ന ആ ഒരു വാശിയും ആവേശമുള്ള ആ ഒരു മത്സരം അവസാനിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ടിതാ 4-3 എന്ന സ്കോറിൽ ആ മത്സരത്തിൽ ബാഴ്സലോണ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിലെ ഏറ്റവും വാശിപ്പെടുത്തിയ മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. Hi, I'm Tripti Dimri. Songs from my film Dhadak 2 are out now on Spotify. Download the app for free and listen.